ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ഫ്രോക്ക് ഹാൾട്ടർ നെക്ക് വെച്ചുകൊണ്ട് ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ എങ്ങനെയെന്ന് കാണിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഹാൾട്ടർ നെക്ക് വെച്ചുകൊണ്ട് ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ വളരെ വിശദമായിട്ട് വിട്ടിട്ടുണ്ട്. യോക്ക് പാർട്ടിനും സ്ലീവിനും എംബ്രോയ്ഡറി വർക്കിൽ വരുന്ന നെറ്റാണ് എടുത്തിട്ടുള്ളത്. 3/4 മീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ സ്കേർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് 3 മീറ്ററും ക്രൈപ്പ് ലൈനിങ് 2 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്നത് സ്ലീവാണ്. അതിനുവേണ്ടി സ്ലീവിനുള്ള ലൈനിങ് 4 ഫോൾഡറായി മടക്കി വെക്കുക. ഹാൾട്ടർ നെക്ക് വെച്ചിട്ടുള്ള യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിനു മുന്നേ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പം അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം സ്ലീവ് കട്ട് ചെയ്യാം. ഇതുപോലെ 4 ഫോൾഡറായി മടക്കി വെച്ച് നമ്മുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ഈ ഒരു പഫ് സ്ലീവ് ബോട്ടം ഭാഗത്ത് പ്ലീറ്റ്സ് ഇല്ലാത്ത സ്ലീവാണ്. മുകളിൽ മാത്രമാണ് പഫായിട്ട് വരുന്നത്. സ്ലീവിൻ്റെ താഴെവശം സാധാ സ്ലീവിൻ്റെ പോലെ മുകളിൽ മാത്രം പഫ് വരുന്ന രീതിയാണ് ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണാം. സാധാരണ നമ്മൾ സ്ലീവിന് ലെങ്ത്ത് അടയാളപ്പെടുത്തുമല്ലോ, അതുപോലെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അതിലേക്ക് സീം അലവൻസും ചേർത്ത് ഇതുപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പഫിനുള്ള 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. സ്ലീവിൻ്റെ വിഡ്ത്ത് ഈ ഒരു ക്ലോത്ത് ഫോൾഡ് ചെയ്തത് ഫുള്ളും എടുക്കുന്നുണ്ട്. അപ്പോൾ 5 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തി വീണ്ടും 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. മൊത്തത്തിൽ 10 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഇതിലും ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വിഡ്ത്തിലെടുക്കാമായിരുന്നു. പക്ഷേ ക്ലോത്ത് കുറവായതുകൊണ്ട് 10 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പം ലൈനിങ്ങിൻ്റെ വീതി 10 കിട്ടിയിട്ടുള്ളത്. അത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. ഒരു 15 ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ചെറിയ പീസുകൾ ഇട്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ ഉള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി ഏറ്റവും താഴെ ബോട്ടം വിഡ്ത്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ സ്ലീവിൻ്റെ ഇറക്കം എത്രയാണ് അവിടെയുള്ള വിഡ്ത്താണ് ഏറ്റവും താഴെ അടയാളപ്പെടുത്തുന്നത്. അതുപോലെ സ്ലീവിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയ ലൈനിൽ നിന്നും താഴേക്ക് 2.25 3 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം പഫിന് വേണ്ടി 3 ഇഞ്ച് ലെങ്ത്ത് എടുത്ത ഭാഗത്ത് നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് താഴേക്കും ഇതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ യോക്ക് പാർട്ട് കട്ട് ചെയ്തത് വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ വിട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹാൾട്ടർ നെക്കിന് വേണ്ട യോക്ക് പാർട്ട് കട്ടിംഗ് ആണ് ആ ഒരു വീഡിയോയിൽ വിട്ടിട്ടുള്ളത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ അത് മുഴുവനായിട്ട് എല്ലാവരും കാണുക. കണ്ടില്ലേ, നമ്മുടെ യോക്ക് പാർട്ട് ഷോൾഡറും അതുപോലെ യോക്കിൻ്റെ ലെങ്ത്തും എല്ലാം കറക്റ്റാക്കി ഞാനിവിടെ കട്ട് ചെയ്തു. കണ്ടല്ലോ, നമ്മുടെ യോക്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് ബ്രസ്റ്റിൻ്റെ അതേ ഒരു അളവിലാണ് വരിക ലെങ്ത്ത്. കണ്ടല്ലോ, യോക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ടിലേക്ക് വെച്ചാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. മുകളിലേക്കാണ് നമ്മുടെ ഹാൾട്ടർ നെക്കിനുള്ള മെഷർമെൻറ്റ് വരുന്നത്. 3 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്ത് 2.25 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പാർട്ടിലാണ് ഹാൾട്ടർ നെക്കിനുള്ള മെഷർമെൻറ്റ് വരുന്നത്. അല്ല, ഇതുപോലെ ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് ഫ്രണ്ട് പാർട്ട് ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഹാൾട്ടർ നെക്കിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഇതിനു മുന്നേ വിട്ടിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായി സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗൗണിൻ്റെ ഫുൾ ലെങ്ത്ത് 45 യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് 7. അപ്പോൾ നമുക്ക് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് ഒഴിച്ച് ബാക്കി എത്രയാണ് എന്ന് നോക്കാം. മെയിൻ ക്ലോത്ത് നമുക്ക് വെട്ടാൻ പാകത്തിന് ഇതുപോലെ മടക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജ് കട്ട് ചെയ്ത് മാറ്റാം. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.
കണ്ടല്ലോ, ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം എഡ്ജ് കറക്റ്റാക്കി വെട്ടിയതിന് ശേഷം നമ്മുടെ യോക്ക് ലെങ്ത്ത് പുറത്തേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ടേപ്പ് ഇതുപോലെ വെക്കുക. യോക്കിൻ്റെ ലെങ്ത്ത് 7 പുറത്തേക്ക് ക്ലോത്തിൻ്റെ പുറത്തേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ 45 എവിടെ വരുന്നത് എന്ന് അടയാളപ്പെടുത്താം. ഇതുപോലെ വെച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് 45 നിന്നും 7 മൈനസ് ചെയ്ത് 38 അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് കട്ട് ചെയ്യാം. സീം എലമെൻസും ചേർത്ത് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ 38 സ്കേർട്ടിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് സീം എലമെൻസ് 1.5 ആഡ് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്കേർട്ടിനുള്ള മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ലൈനിങ്ങും ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലൈനിങ് കിട്ടിയത് എത്രയാണോ അതിനനുസരിച്ച് കട്ട് ചെയ്യാം. കണ്ടല്ലോ, നമ്മുടെ ലൈനിങ്ങും കട്ട് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഹാൾട്ടർ നെക്കിനുള്ള ക്യാൻവാസിലുള്ള കട്ടിങ്ങാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ക്യാൻവാസ് എടുത്ത് 2 ഫോൾഡറായി മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഹാൾട്ടർ നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ഹാൾട്ടർ നെക്കിന് വേണ്ടി 3 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്ത് 2.25 എടുത്തിട്ടുള്ളത്. അപ്പം ഇതുപോലെ ക്യാൻവാസ് 2 ഫോൾഡറായി മടക്കി വെച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. ആദ്യം നമുക്ക് ക്യാൻവാസിൻ്റെ എഡ്ജ് കറക്റ്റാക്കി ഒരു ലൈൻ കൊടുത്ത് കട്ട് ചെയ്യാം. കണ്ടല്ലോ, ക്യാൻവാസിൻ്റെ മുകളിൽ നിന്ന് 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതുപോലെ വിഡ്ത്ത് 2.25 ഇഞ്ച് അടയാളപ്പെടുത്തി ചതുരത്തിൽ ഇതൊന്ന് വരച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് അതിനനുസരിച്ച് അടയാളപ്പെടുത്താം. ഞാനിവിടെ 5 ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത്. 5 അടയാളപ്പെടുത്തിയതിന് ശേഷം 2.25 അടയാളപ്പെടുത്താം. വിഡ്ത്ത് 2.25 അടയാളപ്പെടുത്തി അതൊരു പെട്ടിക്കോളമായി വരക്കാം. കണ്ടില്ലേ, 3 ഇഞ്ച്. അതേപോലെ 3 ഇഞ്ചിൽ നിന്നും താഴേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ പെട്ടിക്കോളത്തിൽ 1 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് അതൊന്ന് വരക്കാം. കണ്ടില്ലേ, നമ്മുടെ ഹാൾട്ടർ നെക്കിനുള്ള 3 ഇഞ്ച് അടയാളപ്പെടുത്തിയ ലെങ്ത്തിൻ്റെ ആ ഒരു പെട്ടിക്കോളത്തിൽ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക. അടുത്തതായി നെക്കിൻ്റെ ലെങ്ത്ത് 5 എടുത്തതിൻ്റെ താഴെ നിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുക. അതുപോലെ 2.5 ഇഞ്ച് വിഡ്ത്തും അടയാളപ്പെടുത്താം. ഇനി നമുക്ക് എങ്ങനത്തെ ഷേപ്പിലാണോ നെക്ക് വേണ്ടത് അതിനനുസരിച്ച് വരച്ചെടുക്കാം. ഞാനിവിടെ ഒരു വി നെക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് നമ്മുടെ ആ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇതുപോലെ വരക്കുക. ഈ ഭാഗത്തായിട്ടൊരു കർവായിട്ട് വേണം വരക്കാൻ. അങ്ങനെ ഇതുപോലെ വരച്ചെടുക്കുക. ഇനി നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും 1 ഇഞ്ച് അടയാളപ്പെടുത്താം. എല്ലാ ഭാഗത്തേക്കും 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. നമ്മൾ ഹാൾട്ടർ നെക്കിന് വേണ്ടി 2.25 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഭാഗമുണ്ടല്ലോ, അത് മുഴുവനായിട്ട് നമുക്ക് ആ ഒരു ലൈൻ തന്നെ എടുക്കാം. എന്നിട്ട് താഴേക്കൊക്കെ 1 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇതുപോലെ അടയാളപ്പെടുത്തി കട്ട് ചെയ്യാം. ഞാനിവിടെ എല്ലാ ഭാഗത്തും 1 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് ഹാൾട്ടർ നെക്കിന് വേണ്ടി 2.25 അടയാളപ്പെടുത്തിയ ഭാഗത്ത് 6 വിഡ്ത്ത് മുഴുവനായിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യാം. ഇനി ഇതുപോലെ നമ്മൾ വരച്ച ലൈനിലൂടെ ഒന്നും കൂടി കട്ടിയിൽ വരച്ചതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് ഇതുപോലെ മടക്കി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേ അളവിൽ അവിടെ കിട്ടുന്നതാണ്. ഇനി ക്യാൻവാസ് നമുക്ക് ലൈനിങ്ങിൽ അയൺ ചെയ്തെടുത്ത് വരാം. ഇതുപോലെ
അതിൻ്റെ എഡ്ജ് 1/2 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക. ക്യാൻവാസിൽ നിന്നും 1/2 ഇഞ്ച് വിഡ്ത്തിൽ കട്ട് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റിൽ നല്ല രീതിയിൽ മനസ്സിലാകുന്നു എന്ന് കമൻ്റ് ഇടുക. നല്ല ഈ ഒരു ഷേപ്പ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ക്യാൻവാസിലേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ക്യാൻവാസ് ഇതുപോലെ വെച്ച് നമ്മൾ വരച്ച ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ക്യാൻവാസിൽ അയൺ ചെയ്തതെടുത്ത് അതിൻ്റെ എഡ്ജ് ക്യാൻവാസിലേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ നെക്കിനൊക്കെ ക്യാൻവാസുമായി ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇതും പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് യോക്ക് പാർട്ട് എടുത്ത് മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഒന്നാകെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ എല്ലാ ഭാഗവും പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ്ങിൻ്റെ ഭാഗം മുകളിലേക്കാക്കി വെച്ചിട്ടാണ് പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ. എന്നാൽ അങ്ങനെ നീങ്ങിപ്പോവില്ല. അപ്പോൾ നമ്മൾ നെറ്റിൻ്റെ ഭാഗം മേലേക്കാക്കി വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് വലിഞ്ഞ് വരും. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ലൈനിങ്ങും മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്യുമ്പോൾ ലൈനിങ് മുകളിലേക്ക് വെച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ മുട്ട് സൂചി കൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഇതുപോലെ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ സ്പീഡിലാക്കിയത് വീഡിയോക്ക് ലെങ്ത്ത് കൂടണ്ടെന്ന് കരുതിയിട്ടാണ്. കണ്ടില്ലേ, നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഫുൾ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനിയാണ് നമ്മുടെ ക്യാൻവാസ് ഇതിൻ്റെ മുകളിൽ വെച്ച് നല്ല വശത്ത് വെച്ച് മറിച്ചിടേണ്ടത്. ഇതുപോലെ വെച്ച് നല്ല വശത്ത് ക്യാൻവാസ് വെച്ച് സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ കറക്റ്റ് അളവ് ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പം കണ്ടല്ലോ, ഇതുപോലെ ബാലൻസ് വന്നിരിക്കുന്ന മെയിൻ ക്ലോത്തിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കറക്റ്റാക്കി കട്ട് ചെയ്തെടുക്കുക. ഇനി നല്ല വശം ഇതുപോലെ വെച്ച് മിഡിലും കണക്റ്റാക്കി വെക്കുക. ക്യാൻവാസിൻ്റെ മിഡിലും യോക്കിൻ്റെ മിഡിലും കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ നെക്ക് അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഇളകി പോകാതിരിക്കാൻ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക.
കണ്ടല്ലോ, നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി 1/4 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് മറിച്ചിടുക. സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് മറിച്ചിടുക. സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് മറിച്ചിടുക. ഇനി അതുപോലെ തന്നെ ബാക്ക് പാർട്ടും മെയിൻ ക്ലോത്തും ലൈനിങ്ങും അറ്റാച്ച് ചെയ്യുക. കണ്ടില്ലേ, നമ്മുടെ ബാക്ക് പാർട്ട് ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ബാക്കിൽ സിബ് വെക്കാനുള്ളത് കൊണ്ട് ബാക്ക് പാർട്ടിൻ്റെ മിഡിൽ കറക്റ്റാക്കി പിടിച്ച് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജ് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ഇനി രണ്ട് ഭാഗവും ഷോൾഡർ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് എന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഹാൾട്ടർ നെക്ക് ഇതുപോലെയാണ് മറിച്ചിടുക. കണ്ടല്ലോ, ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഇങ്ങനെയാണ് കിട്ടുക. അപ്പം ബാക്കിൽ സിബ് വെക്കാനുള്ളത് കൊണ്ട് നമ്മളിവിടെ അറ്റാച്ച് ചെയ്യുന്നത് നല്ല വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ച് നോക്കുക. കണ്ടല്ലോ, ആം ഹോളിൻ്റെ ഭാഗം കറക്റ്റാക്കി വരുന്ന രീതിക്ക് വെച്ച് ഇതുപോലെ നല്ല ഭാഗവും ചേർത്ത് വെച്ച് ഹാൾട്ടർ നെക്കിൻ്റെ എഡ്ജിൽ എത്തുന്ന വരെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ ഷോൾഡർ കറക്റ്റാക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ മനസ്സിലാവും. കണ്ടല്ലോ, ഇതുപോലെ നിവർത്തി വെച്ച് ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ കണക്കാക്കി വെച്ച് ഹാൾട്ടർ നെക്കിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, നമ്മുടെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതുപോലെയാണ് കിട്ടിയത്. ഇനി അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു ഭാഗം ഏറെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം. ഇനി അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ നിവർത്തി പിടിച്ച് ഷോൾഡർ രണ്ടും ഒരേ കറക്റ്റിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ ഹാം ഹോളിൻ്റെ ഭാഗത്ത് നിന്നും കറക്റ്റാക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും വീഡിയോയിൽ നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമാണ് ഈ ഒരു ഹാൾട്ടർ നെക്ക് വെച്ചുകൊണ്ട് ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്യുന്നത് വളരെ വിശദമായി കാണാൻ കഴിയുകയുള്ളൂ. ഈ ഒരു ഹാൾട്ടർ നെക്ക് തുടങ്ങുന്ന ആ ഭാഗത്ത് ഇതുപോലെ ഒരു ചെറിയ കട്ട് കൊടുക്കുക. കണ്ടില്ല, നമ്മുടെ ബാക്ക് പാർട്ട് അറ്റാച്ച് ചെയ്തു. കണ്ടല്ലോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ നെക്കിൻ്റെ ഭാഗത്ത് ഏറെ വരുന്നത് കട്ട് ചെയ്യാം. കണ്ടല്ലോ, നമ്മുടെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഹാൾട്ടർ നെക്കിൻ്റെ ആ ഒരു ഭാഗം ഏറെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കറക്റ്റാക്കി കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ജിബ് വെക്കാനുള്ള പാർട്ട് എങ്ങനെയാണോ ആ ഒരു ലെവൽക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് കറക്റ്റാക്കി പിടിക്കുക. അപ്പോൾ സിബ് വെക്കാനുള്ള ഭാഗം കറക്റ്റാക്കി കട്ട് ചെയ്ത് മാറ്റാം. ഇനി 2 ഇഞ്ച് വിഡ്ത്തിലുള്ള ബാൻഡ് വേണം. അത് കട്ട് ചെയ്ത്
അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു സിബ് വെക്കാനുള്ള ഭാഗത്ത് ഈ ഒരു ബാൻഡ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അതിന് വേണ്ടി ബാൻഡിൻ്റെ എഡ്ജ് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ക്യാൻവാസുള്ള നെക്ക് ഇതുപോലെ മറിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ 1/2 ഇഞ്ച് കയറ്റി വെക്കുക. കണ്ടല്ലോ, ഇതുപോലെ കയറ്റി വെച്ച് 1/4 ഇഞ്ച് വിഡ്ത്തിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ടാണ് ചെയ്തത്. 2 ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു, ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ ഒരു ബാൻഡ് മറിച്ചിടുക. കണ്ടല്ലോ, ബാൻഡ് ഇതുപോലെ മറിച്ച് വെച്ചതിന് ശേഷം സാധാരണ ഫ്രോക്കിലൊക്കെ സിബ് അറ്റാച്ച് ചെയ്യുന്നത് പോലെ ഇൻവിസിബിൾ സിബാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. അതുപോലെ അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, സിബ് ഒരേ കറക്റ്റിൽ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം 1/4 എടുത്ത് ഓരോ റെയിൽ കൂടിയും അതായത് 1/4 വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലെഫ്റ്റ് ഫൂട്ട് എടുത്ത് ഇതുപോലെ റെയിലിന് ചാരി ആ ഒരു ഭാഗം പിളർത്തി കൊടുക്കുക ഇതുപോലെ. അപ്പോൾ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണാം. കണ്ടല്ലോ, ലെഫ്റ്റ് ഫൂട്ട് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ടാമതും ഇതുപോലെ തന്നെ റെയിൽ നല്ലോണം പിളർത്തി പിടിച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചിങ്ങിലാണ് നല്ല പെർഫെക്റ്റായിട്ട് ഈ ഒരു ഇൻവിസിബിൾ സിബ് കിട്ടുക. ഇതുപോലെ തന്നെ റൈറ്റ് ഫൂട്ട് എടുത്ത് അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ 2 സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലും അതുപോലെ സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ. അങ്ങനെ ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്കൊരു ഉപകാരവുമാവും, എനിക്കൊരു സപ്പോർട്ടും കിട്ടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത്. കണ്ടല്ലോ, റൈറ്റ് ഫൂട്ട് ഇട്ട് ഇതുപോലെ ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റിച്ചിങ്ങിലാണ് നമ്മൾ പെർഫെക്റ്റായിട്ട് ആ ഒരു റെയിലൊന്ന് പിളർത്തി പിടിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. കുറേ വീഡിയോ ഞാൻ ഇതിനു മുന്നേ വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ പോയി വീഡിയോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കണ്ടല്ലോ, 2 ഭാഗത്തും സിബ് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഭാഗം മറിച്ചിടുക. സിബ് വെച്ചതിന് ശേഷമാണ് നെക്കിൻ്റെ ആ ഒരു ഹാൾട്ട് നെക്കിൻ്റെ ഭാഗം മറിച്ചിടുന്നത്. അപ്പം ഇതുപോലെ ആ ഒരു മൂലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്ത് ഫിനിഷാക്കിയതിന് ശേഷം മറിച്ചിടുക. അപ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക. ഞാനിങ്ങനെ ചെയ്യാറുള്ളത്. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് വീഡിയോയിൽ കാണിക്കുന്നത്.
അപ്പോൾ നമ്മുടെ സിബ് ഇവിടെ കറക്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഹാൾട്ടർ നെക്കിൻ്റെ ബാക്ക് പോർഷനൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് ഹാൾട്ടർ നെക്ക് എല്ലാ ഭാഗവും മറിച്ചിട്ടതിന് ശേഷം കണ്ടല്ലോ, ഹാൾട്ടർ നെക്കിൻ്റെ എല്ലാ ഭാഗവും ക്യാൻവാസിൻ്റെ ആ ഒരു എഡ്ജൊക്കെ ഒന്ന് ഉള്ളിലേക്ക് മറിച്ചിട്ട് തുന്നിയെടുക്കാനുണ്ട്. ഈ ഭാഗമൊക്കെ കറക്റ്റാക്കി പിടിച്ച് എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റാക്കി പിടിച്ച് തുന്നിയെടുക്കാനുണ്ട്. കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മുടെ ഹാൾട്ടർ നെക്ക് വന്നിട്ടുള്ളത്. ഇനി സാധാരണ ഫ്രോക്കിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം താഴെ ഇതുപോലെ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 2 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു റൈറ്റ് ഫുട്ട് ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു ലോക്ക് ചെയ്യേണ്ടത്. കണ്ടല്ലോ, ഇതുവരെയാണ് നമ്മുടെ സിബ് വന്നിട്ടുള്ളത്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുക. വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. അപ്പം ഹാൾട്ടർ നെക്ക് വെച്ചുകൊണ്ട് ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് മെയിനായിട്ട് വിട്ടിരിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, അതുപോലെ കമൻ്റ് ഇടാനും മറക്കണ്ട. നെക്കിൻ്റെ എല്ലാ ഭാഗവും തുന്നിയെടുത്തതിന് ശേഷം കാണാം. നെക്ക് എല്ലാ ഭാഗവും തുന്നിയതിന് ശേഷം ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. അടുത്തതായി നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ലൈനിങ്ങും മെയിൻ ക്ലോത്തും പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ, പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ഒരു ആം ഹോളിൻ്റെ അവിടെ നിന്നും 2 ഇഞ്ച് അകലത്തിൽ പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങുക. അപ്പോൾ നമുക്ക് മുകളിൽ മാത്രം പ്ലീറ്റ്സ് ഉള്ള ഒരു പഫ് സ്ലീവാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്കാണ് പ്ലീറ്റ്സ് ഇടുന്നത്. അതുപോലെ അടുത്ത ഭാഗം അതിൻ്റെ മിഡിലെത്തിയിട്ട് നിർത്തിയതിന് ശേഷം അടുത്ത ഭാഗം ഇതുപോലെ തിരിച്ച് പിടിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ പ്ലീറ്റ്സ് ഇടുക. കണ്ടല്ലോ, 2 പ്ലീറ്റ്സും ഫേസ് ടു ഫേസ് ആയിട്ടാണ് കിട്ടുന്നത്. കണ്ടല്ലോ, ഇതുപോലെ 2 ഭാഗവും ചെയ്തെടുത്തു. കണ്ടല്ലോ, നമ്മുടെ സ്ലീവ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പം നല്ല ക്ലോത്ത് വീതിയിൽ കിട്ടുകയാണെങ്കിൽ ഇതിലേറെ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പം നമുക്കിത് ഉള്ളത് കൊണ്ട് ചെയ്തപ്പോൾ ഇത്രയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഓരോ കസ്റ്റമറും തരുന്ന ഓരോ മെത്തഡാണ് വീഡിയോ ആക്കി വിടുന്നത്. 2 സ്ലീവ് ഇതുപോലെ ചെയ്തതിന് ശേഷം ഷോൾഡറിൽ അറ്റാച്ച് ചെയ്യുക. സ്ലീവിൻ്റെ മിഡിലും ഷോൾഡറിൻ്റെ മിഡിലും കറക്റ്റാക്കി വെച്ച് ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ 2 സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി ചെസ്റ്റ് അടയാളപ്പെടുത്തി വേസ്റ്റ് അടയാളപ്പെടുത്തി ഇതുപോലെ വരച്ച് ഒരു ഭാഗം സൈഡ് കൂട്ടി സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു സ്ലീവും യോക്ക് പോർഷനും ഒരു
സൈഡ് മാത്രമാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത സ്ലീവിൽ നമ്മുടെ സ്കേർട്ട് ഇതിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സൈഡ് കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്നത്. സ്കേർട്ടിനുള്ള പാർട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ വെച്ചതിന് ശേഷം ഒന്നായിട്ട് കൂട്ടി സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ നിവർത്തി വെച്ച് ഈ ഒരു ഭാഗത്ത് നിന്നും തുടങ്ങുക. സ്കേർട്ടിൻ്റെ നല്ല പോർഷൻ എടുത്ത് നല്ല ഭാഗവും ചേർത്ത് വെച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ യോക്ക് പാർട്ടിൻ്റെ ഒരു സൈഡിൽ നിന്നും സ്കേർട്ടിനുള്ള പോർഷൻ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സുകളിട്ട് ഫുള്ള് അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡ് ഒന്നായിട്ട് കൂട്ടി സ്റ്റിച്ച് ചെയ്യുക. മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് ക്ലോത്തും ഇതുപോലെ തന്നെ പ്ലീറ്റ്സിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടല്ലോ, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പഫ് സ്ലീവൊക്കെ ഏറ്റവും താഴെയായിട്ട് പ്ലീറ്റ്സ് ഒന്നും ഇടാതെയാണ് ഈ ഒരു പഫ് സ്ലീവ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹാൾട്ടർ നെക്ക് വെച്ചിട്ടുള്ള ബാക്കിൽ ഇൻവിസിബിൾ സിബാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ ഹൈലൈറ്റ്. അതുപോലെ പ്ലീറ്റ്സൊക്കെ നല്ല അയൺ ചെയ്ത് സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.